ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടച്ച വിമാനത്താവളങ്ങളുടെ പട്ടിക പറയാം. ഒന്ന്, ഖത്തർ ഇന്ന് വൈകുന്നേരത്തോടു കൂടി വ്യോമഗതാഗതം പൂർണ്ണമായും അവസാനിപ്പിച്ചു, വ്യോമപാത അടച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യു എ ഇ വ്യോമപാത അടച്ചിട്ടില്ലെങ്കിൽ പോലും യിലെ എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ദുബായിലെ 2 വിമാനത്താവളങ്ങൾ, അബുദാബി, അതോടൊപ്പം ഷാർജ അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. കുവൈറ്റ് വ്യോമപാത പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു. ഒരു വിധത്തിലുള്ള സർവീസും കുവൈറ്റിൽ നിന്നും ഇല്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ബഹ്റൈൻ വ്യോമപാത പൂർണ്ണമായും അടച്ചു. സൗദി അറേബ്യ, ജോർദാൻ, ലെബനൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളും വ്യോമപാത അടച്ചിട്ടുണ്ട്. ഇസ്രായേൽ നിലവിൽ വ്യോമപാത ഈ യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ അടഞ്ഞു കിടക്കുകയാണ്. ഇറാന്റെ വ്യോമപാതയും അടഞ്ഞു കിടക്കുകയാണ്. ഇറാഖിലെ വ്യോമപാത അടച്ചിട്ടിരിക്കുന്നു. ഇങ്ങനെ ഇറാഖ്, ഇറാൻ, ഇസ്രായേൽ, ബഹ്റൈൻ, സൗദി അറേബ്യ, ജോർദാൻ, ലെബനൻ, യു.എ.ഇ, ഖത്തർ ഇത്രയും രാജ്യങ്ങളിൽ നിന്നുമുള്ള വ്യോമഗതാഗതം, വിമാന സർവീസുകൾ പൂർണ്ണമായും അടച്ചിടുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും റദ്ദാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഒരു വ്യോമഗതാഗതം അല്ലെങ്കിൽ വിമാനയാത്ര എന്ന് പറയുന്നത് അത്രയ്ക്ക് എളുപ്പമാകില്ല. ഇനിയിപ്പോൾ അറിയേണ്ടത് ഒമാന്റേതു കൂടിയുള്ളൂ. ഒമാനും കൂടെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പൂർണ്ണമായും ഈ മേഖല വ്യോമഗതാഗതം ഇല്ലാതായിരിക്കുന്നു, അടഞ്ഞു കിടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒമാനാണ് യു.എ.ഇയിലേക്ക് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും വരുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യം വരുന്ന രാജ്യം. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ മസ്കറ്റിലാണ് വിമാനങ്ങളൊക്കെ ചെന്ന് ലാൻഡ് ചെയ്യുന്നത് ഈ മേഖലകളിൽ നിന്നുള്ളത്. അതിന്റെ ഒരു കപ്പാസിറ്റി ഒക്കെ എത്രത്തോളം എന്നുള്ളത് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ വിമാനങ്ങൾ വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകും. എപ്പോഴാണ് ഈ വ്യോമഗതാഗതം പൂർണ്ണ രീതിയിൽ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും ഇന്ന് രാത്രി അതിനുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം ഈ രാത്രി എല്ലാ രാജ്യങ്ങളും സൂചിപ്പിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ തന്നെ നമ്മുടെ അലർട്ടുകൾ ശ്രദ്ധിക്കുക.